നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവേ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 15-ാം അധ്യായം. അഥ പഞ്ചദശോധ്യായഃ. കഴിഞ്ഞ അധ്യായത്തിൽ വ്യാസമഹർഷി ശുകനോട് വിവാഹം കഴിക്കാൻ അഭ്യർത്ഥിക്കുന്നതും ശുകൻ ആ അഭ്യർത്ഥന യുക്തിപൂർവം നിരസിക്കുന്നതുമാണ്. വിവാഹ ജീവിതത്തിന് യാതൊരർത്ഥവുമില്ലെന്നും അതുകൊണ്ട് മോക്ഷപ്രാപ്തി ലഭിക്കുകയില്ലെന്നുമൊക്കെ ശുകൻ വാദിക്കുന്നു. അപ്പോൾ വ്യാസമഹർഷി 4 ആശ്രമങ്ങളും കടന്ന് ജീവിച്ചു പോരേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി വിവരിക്കുകയാണ്. വിശ്വാമിത്ര മഹർഷി അതിദുഷ്കരമായ തപസ് ചെയ്തിട്ട് പോലും അദ്ദേഹം മേനകയിൽ മോഹിതനായല്ലോ. അതുപോലെ തന്നെ മുക്കുവ പെൺകുടിയായ കാളിയെ കണ്ടിട്ടാണ് വ്യാസമഹർഷിയുടെ പിതാവായ പരാശരൻ കാമബാണപീഡിതനായിട്ട് ആ കന്യകയെ പരിഗ്രഹിച്ചത്. ബ്രഹ്മാവിന് പോലും ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നീ തീർച്ചയായിട്ടും ഒരു കന്യകയെ വേദമാർഗമനുസരിച്ച് ജീവിക്കണമെന്ന് വ്യാസമഹർഷി അപേക്ഷിക്കുന്നു. അപ്പോൾ ശുകൻ എന്താണ് മറുപടി പറയുന്നതെന്നുള്ള ഭാഗമൊക്കെയാണ് 15-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. അഥ പഞ്ചദശോധ്യായഃ. ശുകവൈരാഗ്യം. ശ്രീ ശുക ഉവാച. ശ്ലോകം 1. നാഹം ഗൃഹം കരിഷ്യാമി ദുഃഖദം സർവഥാ പിതഃ വാഗുരാസദൃശം നിത്യം ബന്ധനം സർവദേഹിനാം. ഞാൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുകയില്ല. അച്ഛാ, എല്ലാ വിധത്തിലും അത് ദുഃഖമുണ്ടാക്കുന്നതാണ്. വേട്ടക്കാരൻ്റെ വല പോലെ അതെന്നും എല്ലാ ജീവികൾക്കും ബന്ധനം തന്നെയാണ്. ശ്ലോകം 2. ധനചിന്താതുരാണാം ഹി ക്വ സുഖം താതദൃശ്യതേ സ്വജനൈ ഖലു പീഡ്യന്തേ നിർധനാനുരുപാജനാഃ. ധനത്തെപ്പറ്റി ചിന്തിച്ച് ക്ലേശിക്കുന്നവർക്ക് എവിടെയെങ്കിലും സുഖമുള്ളതായി കാണുന്നുണ്ടോ? നിർധനരും വിഷയലോലുപരുമായ ജനങ്ങളെ സ്വജനങ്ങളും പീഡിപ്പിക്കുന്നു. ശ്ലോകം 3. ഇന്ദ്രോപി ന സുഖീതാദൃഗ് ഈദൃശോ ഭിക്ഷു നിസ്പൃഹഃ കോന്യ സ്യാദിഹ സംസാരേ ത്രിലോകീ വിഭവേ സതി. ഒരാഗ്രഹവുമില്ലാത്ത ഭിക്ഷു എത്രമാത്രം സുഖിയായിരിക്കുന്നുവോ അത്രത്തോളം സുഖിയല്ല ഇന്ദ്രൻ പോലും. മുപ്പാരിലെ സമ്പത്തെല്ലാം ഉണ്ടായാലും ഈ സംസാരത്തിൽ ഭിക്ഷുവിനെ പോലെ സുഖിയായ വേറെ ആരാണ് ഉള്ളത്? ശ്ലോകം 4. തപന്തം താപസം ദൃഷ്ട്വാ മഘവാ ദുഃഖിതോ ഭവത് വിഘ്നാൻ ബഹുവിധാനസ്യ കരോതി ച ദിവസ്പതിഃ. തപസ് ചെയ്യുന്ന താപസനെ കണ്ടാൽ ദേവേന്ദ്രന് ദുഃഖമായി കഴിഞ്ഞു. ഉടൻ തന്നെ ദേവേന്ദ്രൻ പലതരത്തിൽ അവൻ്റെ തപസ് മുടക്കാനും തുടങ്ങുന്നു. ശ്ലോകം 5. ബ്രഹ്മാപി ന സുഖീ വിഷ്ണുർ ലക്ഷ്മീം പ്രാപ്യ മനോരമാം ഖേദം പ്രാപ്നോതി സതതം സംഗ്രാമൈരസുരൈഃ സഹ. ബ്രഹ്മാവിനുമില്ല സുഖം. മനോരമയായ ലക്ഷ്മിയെ ലഭിച്ചിട്ടും എന്നും ദൈത്യന്മാരോട് പോരാടേണ്ടതുകൊണ്ട് വിഷ്ണുവിനുമില്ല സുഖം. 5 ശ്ലോകങ്ങൾ.